ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ലൈംഗികാരോപണ വിവാദം. ഡിജിപിക്ക് ലഭിച്ച പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന വകുപ്പാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡിജിപിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ചില പരാതികളിൽ കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള സൂചനയുണ്ട് എന്നാണ് വിവരം. ആവശ്യമെങ്കിൽ ഒരേ എഫ്ഐആർ എടുത്ത് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. പരാതിയുടെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് ഡിജിപി നിർദ്ദേശം നൽകി. ഓപ്പറേഷന് ശേഷം സംസാരശേഷി പോയി. എക്സ്റേ എടുത്തപ്പോൾ നെഞ്ചിൽ 50 സെന്റിമീറ്റർ നീളമുള്ള കേബിൾ. കൈയൊഴിഞ്ഞ ഡോക്ടർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. തിരുവനന്തപുരത്ത് 26-കാരിയുടെ ജീവിതം വഴിമുട്ടിച്ച് ഗുരുതര ചികിത്സാ പിഴവ്. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്കിടെ 50 സെന്റിമീറ്റർ നീളമുള്ള വയറാണ് കുടുങ്ങിയത്. കാട്ടാക്കട സ്വദേശി സുമയ്യ ആരോഗ്യവകുപ്പിൽ പരാതി നൽകി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് യുവതിയുടെ പരാതി. ശസ്ത്രക്രിയ നടന്നത് 2023 മാർച്ച് 22-ന്. വീണ്ടും ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ ഇതേ ഡോക്ടറുടെ അടുത്ത് 2 വർഷം ചികിത്സ തുടർന്നു. ആരോഗ്യ പ്രശ്നം കടുത്തപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിനകത്ത് വയർ കണ്ടത്. തുടർന്ന് വീണ്ടും ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു. ഡോക്ടർ പിഴവ് സമ്മതിച്ചെന്നും യുവതി വ്യക്തമാക്കി. രാജീവ് കുമാർ മറ്റു ഡോക്ടർമാരുമായി സംസാരിച്ച് കീഹോൾ വഴി ട്യൂബ് എടുത്ത് നൽകാമെന്ന് അറിയിച്ചു. മറ്റാരോടും പറയരുതെന്നും ഡോക്ടർ ആവശ്യപ്പെട്ടുവെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നീട് രാജീവ് കുമാറിനെ നിർദ്ദേശപ്രകാരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടി. സിടി സ്കാനിൽ വയർ രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നെന്നും എടുക്കാൻ കഴിയില്ലെന്നും അറിയിച്ചു. ഇതോടെ രാജീവ് കുമാർ കൈയൊഴിഞ്ഞെന്നും യുവതി ആരോപിച്ചു. തുടർ ചികിത്സയ്ക്ക് മാർഗമില്ലെന്നും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും സുമയ്യ പറഞ്ഞു. മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കേണ്ട, പോയി കണ്ണാടിയിൽ നോക്കിയാൽ മതി. ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട 2 പേർ മന്ത്രിസഭയിലുണ്ട്. വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയുണ്ട്. ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട 2 പേർ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പരാതി കൊടുത്ത മുതിർന്ന നേതാവിനെ മുഖ്യമന്ത്രി സൈഡ് ലൈൻ ചെയ്തു. എന്നിട്ട് പ്രതിയെ സ്വന്തം ഓഫീസിലാക്കി. ബലാത്സംഗ കേസിലെ ഒരു പ്രതിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്തുന്നത്. എന്റെ നേരെ ഒരു വിരൽ നീട്ടുമ്പോൾ ബാക്കി 4 വിരലും മുഖ്യമന്ത്രിയുടെ സ്വന്തം നെഞ്ചിന് നേരെയാണ് ഉയർത്തുന്നത്. രാഹുലിനെതിരെ പരാതിയില്ല, എഫ്ഐആർ ഇല്ല. എന്നിട്ടും ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തു. ഒരു അവതാരം വന്നു പറഞ്ഞ കാര്യങ്ങളിൽ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു മാനനഷ്ട കേസ് കൊടുത്തോ? ഒരു പാർട്ടി നടപടി ഉണ്ടായോ? മറ്റൊരു മുൻ മന്ത്രിയുടെ ഓഡിയോ 2 വർഷമായി വാട്സാപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്. ആരോപണ വിധേയരെ ഇത്രയും സംരക്ഷിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരായുള്ള ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി സ്വയം കണ്ണാടി നോക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സി കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് വിശദീകരണം നൽകിയത്. അത് ശരിയാണോ? എല്ലാം ബിജെപി വിശദീകരിക്കട്ടെ. രാഹുൽ വിഷയത്തിൽ ഉറഞ്ഞു തുള്ളിയാണല്ലോ കണ്ടത്. ഈ വിഷയത്തിൽ എന്താണെന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടഞ്ഞ അധ്യായമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ തച്ചങ്കേരിക്ക് തിരിച്ചടി. വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ തച്ചങ്കേരിക്ക് തിരിച്ചടി. തച്ചങ്കേരി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. കേസിൽ തുടരന്വേഷണം നടത്തുവാനുള്ള സർക്കാർ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി. ഉത്തരവ് നിയമപരമായ ദുരുദ്ദേശത്തോടെയുള്ളതാണെന്ന വിലയിരുത്തലിലാണ് റദ്ദാക്കിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പ്രതിയുടെ ആവശ്യപ്രകാരം സർക്കാർ തുടരന്വേഷണത്തിന് അനുമതി നൽകിയത് വിചിത്രമാണ്. ഭരണകൂടം കുറ്റവാളികൾക്ക് അനുകൂലമായി നിന്നാൽ അത് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകും. ഇത് അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 2021 താൻ നേരിടുന്ന വിജിലൻസ് കേസിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടോമിൻ തച്ചങ്കരി സർക്കാരിനെ സമീപിച്ചത്. ഇതിൽ തച്ചങ്കരിക്ക് അനുകൂലമായി സർക്കാർ തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതിനിടെ 2007 വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ ആദ്യം സമീപിച്ച ബോബി കുരുവിള ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പഴയതും പുതിയതുമായ കേസുകൾ വാരി പുറത്തേക്കിട്ട്
പരസ്പരം തർക്കിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. എന്താകും വി ഡി സതീശന്റെ കേരളം ഞെട്ടുന്ന ബോംബ്? ആരോപണവും പ്രത്യാരോപണവുമായി നേതാക്കൾ രംഗത്തെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് രാഷ്ട്രീയ പോരിന് വഴിമാറുന്നു. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പരസ്പരം പുതിയതും പഴയതുമായ കേസുകൾ വാരിവലിച്ച് പുറത്തിട്ട് പരസ്പരം സമർത്ഥിക്കുകയാണ്. ലൈംഗികാരോപണ കേസിൽ അകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ എല്ലാ പൊതുപ്രവർത്തകർക്കും നാണക്കേടാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം. വാർത്താസമ്മേളനത്തിനിടയിലായിരുന്നു രാഹുൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എല്ലാ വാർത്താമാധ്യമങ്ങളും രാഹുൽ വിഷയത്തിൽ നല്ല രീതിയിലാണ് ഇടപെട്ടതെന്നും ഈ നില തുടരേണ്ടതുണ്ട് എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. രാഹുലിന്റെ രാജിയിൽ തീരുമാനമെടുക്കേണ്ടത് പ്രസ്ഥാനം. കൂടുതൽ പ്രതികരിക്കുവാനില്ല നടി റിനി ആൻ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് ആരോപണമുന്നയിച്ച നടി റിനി ആൻ ജോർജ് താൻ അഭിമുഖത്തിൽ യാദൃശ്ചികമായാണ് കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ പോലീസ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയാൽ നൽകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ സന്ദർഭത്തിൽ അതേപ്പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു റിനിയുടെ മറുപടി. താൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് താൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അത് പറയുമെന്നും റിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ജനപ്രതിനിധിയായ യുവനേതാവിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്നും ഇയാളുടെ പ്രസ്ഥാനത്തിൽ പരാതിപ്പെട്ടപ്പോൾ നടപടിയൊന്നും ഉണ്ടായില്ല എന്നുമായിരുന്നു രാഹുലിനെതിരെ റിനി നടത്തിയ വെളിപ്പെടുത്തൽ. ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത നേതാവ് 3 വർഷത്തോളം ഇത് തുടർന്നെന്നും റിനി പറഞ്ഞു. ഇയാളെക്കുറിച്ച് പല നേതാക്കളോടും പരാതി പറഞ്ഞെങ്കിലും തുടർന്നും കൂടുതൽ പദവികൾ കിട്ടിക്കൊണ്ടേയിരുന്നു എന്നും റിനി ആരോപിച്ചിരുന്നു. ഇതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നുവന്നതും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പ്. മമ്മി സെഞ്ചുറി പുതിയ സെക്രട്ടറിയാകും. സാന്ദ്ര തോമസ് തോറ്റു. ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച സാന്ദ്ര തോമസിന് തോൽവി. സെക്രട്ടറിയായി മമ്മി സെഞ്ചുറി തെരഞ്ഞെടുക്കപ്പെട്ടു. സാബു ചെറിയാനാണ് വൈസ് പ്രസിഡന്റ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പിലും സാന്ദ്ര തോമസ് മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. മുൻപ് തന്നെ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മുൻപ് ഫിലിം ചേംബർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചിരുന്നുവെങ്കിലും പത്രിക തള്ളിപ്പോയിരുന്നു. 3 സിനിമകൾ നിർമ്മിക്കണമെന്ന നിബന്ധന ചൂണ്ടിക്കാട്ടിയായിരുന്നു സാന്ദ്രയുടെ പത്രിക തള്ളിയിരുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.